എനിക്ക് ചാനൽ ചെക്ക് ചെയ്യാൻ തന്നവരൊക്കെ ഒരേപോലെ തെറ്റിച്ച ഒരു സെറ്റിങ്സ്. അതാണെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അവരൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നു. പക്ഷെ നോക്കിയ എല്ലാവരും 1-2 ആളൊഴിച്ച് ബാക്കി എല്ലാവരും തെറ്റിച്ച്. നിങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്താണ് സെറ്റിങ്സ് എന്ന് പറയുന്നതിന് മുമ്പേ ഈ സെറ്റിങ്സിൻ്റെ കാര്യം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു സ്റ്റോറി പറഞ്ഞതാണ്. സ്റ്റോറി പറഞ്ഞാൽ പണ്ട് എൻ്റെ വീട്ടിലൊരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് അറക്കാൻ വേണ്ടിയിട്ട് കുറേ പോത്തുകളെ കൊണ്ടുവന്നു. അപ്പോൾ പോത്തുകൾ ചെറിയ ചെറിയ കുട്ടി പോത്തുകളാണ്. മാരുതി പോത്ത് എന്നൊക്കെയാണ് ഇവിടെ പറയുക. നിങ്ങളെന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ ആ പോത്തുകൾ ഒരു 4-5 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിനെ എപ്പോഴും തീറ്റ കൊടുക്കുക, അതിന് കൊണ്ടു നടക്കുക, ഇതൊക്കെ നമ്മുടെ പരിപാടികൾ, കുട്ടികളുടെ പരിപാടി അതാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മളോട് ഭയങ്കര ഇണക്കമാണ്. അപ്പം ഇതിനെ അറക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. വിടൂല എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ പ്രതിജ്ഞയൊക്കെ എടുത്തതിനെ അറക്കാൻ വിടൂല. അങ്ങനെ കല്യാണത്തിൻ്റെ തലേ ദിവസം എത്തിയപ്പോൾ ഈ പോത്തുകൾ അറക്കാൻ തുടങ്ങി. നമ്മൾ ഭയങ്കര ബഹളം അടിയും പിടിയൊക്കെ ഉണ്ടാക്കിയെങ്കിലും എന്തായാലും അറിയാമല്ലോ, പിന്നെ കല്യാണത്തിൽ കൊണ്ടുവന്ന പോത്തുകൾ അറക്കാതെ നിൽക്കില്ല. അപ്പോൾ നമ്മൾ ഈ പോത്തുകൾ ഓരോന്നിനായിട്ട് ഉപദേശിച്ച് ആദ്യത്തെ ഒരു പോത്തിനെ കൊണ്ട് പോയി അറുത്തപ്പോൾ നമ്മൾ പറഞ്ഞ് നിങ്ങൾ പോകരുത്, പോയി കഴിഞ്ഞാൽ നിങ്ങൾ അറക്കും, നമ്മൾ കയറയച്ച് വിടും, അപ്പോൾ നിങ്ങൾ ഓടിക്കുമെന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചെങ്കിലും ഈ പോത്തുകൾക്ക് എന്തെങ്കിലും മനസ്സിലാവണ്ടേ? ഇവരെല്ലാവരും എന്ത് ചെയ്തു, ഒന്നിന് പിന്നാലെ ഒന്ന് പോയിട്ട് കയറി അങ്ങ് ചാടിക്കൊടുത്തു. അവർ പിടിച്ചറക്കുകയും ചെയ്തു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഇവരെന്താണ് ഇതിങ്ങനെ പോകുന്നത്? കാരണം ഒന്ന് പോയി, അതിൻ്റെ പിന്നാലെ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേതും പോയി. ഞാനിങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. കാരണം ഇത്രയും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും അവർ ആ വഴിക്ക് തന്നെ പോവുക. അപ്പോൾ ഇവിടെ ആരും എന്നെ പൊങ്കാലിടരുത്, നിങ്ങളെ ആരെയും പോത്തുനിന്ന് വിളിച്ചതല്ല. ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ കിട്ടിയ കഥ പറഞ്ഞതേ ഉള്ളൂ, അല്ലാണ്ട് നിങ്ങളെ ഉപമിക്കരുത്. അത് ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, അതുകൊണ്ട് ആദ്യമേ പറഞ്ഞത്. അപ്പോൾ ഈ കഥയും ഇതും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, കുറേ ആൾക്കാരെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യാൻ തന്നു. ഈ ചെക്ക് ചെയ്യുന്ന ചാനലിലൊക്കെ ഒരേപോലെ പ്രശ്നം. അപ്പം ഞാനാണെങ്കിൽ ആദ്യം വിചാരിച്ചു ഒരു ചാനലിൽ അങ്ങനെ ഉണ്ടാവും, അത് ആ ചാനലിൻ്റെ പ്രശ്നമായിരിക്കും. അടുത്ത ചാനൽ നോക്കുമ്പോൾ ഇതാ അങ്ങനെ വീണ്ടും, അടുത്ത് നോക്കുമ്പോൾ വീണ്ടും, അടുത്ത് നോക്കുമ്പോൾ വീണ്ടും. ഇനി ചില ആൾക്കാർ കൊടുത്തിട്ടുണ്ട്, സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പക്ഷേ അതാണെങ്കിൽ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം പിന്നെ കൊടുക്കാത്തതും കൊടുത്തതൊക്കെ ഒരുപോലെയാണ്. നമ്മുടെ ചാനലിൻ്റെ റെക്കമെൻഡേഷനെയും കൃത്യമായ ഓഡിയൻസിലേക്കൊക്കെ എത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ഇങ്ങനെ തെറ്റിക്കാൻ പാടുണ്ട്. മോശമല്ലത്. അങ്ങനെ കൊടുത്തിട്ടല്ലേ നിങ്ങൾ എൻ്റെ ചാനൽ ചെക്ക് ചെയ്യാൻ വന്നത്. എന്തായാലും ചാനൽ ചെക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മളെ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ കമൻറ്റ് ചെയ്യുക, ചാനൽ ചെക്കിങ്ങിന് വന്ന ആളുകളൊക്കെ. കാരണം പലതരത്തിലുള്ള ഇൻസൈറ്റ്സ്, അതായത് അനാവശ്യമായ ടോപ്പിക്കുകൾ തിരഞ്ഞെടുത്തിട്ട് അതിൽ കിടന്നും മറിഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് എവിടെ എത്താതെ കഷ്ടപ്പെടുക, ഡിപ്രഷൻ അടിക്കുക എന്നുള്ള കുറേ ആൾക്കാർ ഞാൻ കണ്ടു. അപ്പം നിങ്ങൾ റൈറ്റായിട്ടുള്ള ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന ടോപ്പിക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതെനിക്ക് മനസ്സിലായി ചാനൽ ചെക്ക് ചെയ്തപ്പോൾ. അപ്പോൾ കുറേ എന്തുകൊണ്ടാണ് ഈ ചാനലിന് പ്രശ്നം വന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ള കുറേ കാര്യങ്ങൾ ഓരോരാളുടെ ചാനൽ നമ്മൾ ലൈവായിട്ടാണ് ചെയ്തത്. അപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്കും മനസ്സിലായി. അവിടെ ഇരുന്ന് 4-5 ആളുകളായിരുന്നു ഒരു ഗ്രൂപ്പായിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെയാണ് ചെയ്തത്, അവർക്കൊക്കെ മനസ്സിലായി. അപ്പം നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നിന് ചെയ്യാൻ പോകുന്നത് ഒരു രസം എന്താ വെച്ചാൽ, സാധാരണ പിന്നെ ഞാനൊരു ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിച്ചു എന്നല്ലേ പറയാം. നമുക്കത് വേണ്ട. ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് 2 ചാനൽ ചെക്ക് ചെയ്യാം. 2 ചാനലും എനിക്ക് തന്നത് മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സെറ്റിങ്സ് നോക്കാനല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ കയറിയിട്ട് ആ സെറ്റിങ്സ് നോക്കി നോക്കാം, അവർ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ നമുക്കൊന്നും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ 2 ചാനൽ സ്ട്രൈറ്റ് ആയിട്ട് കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചാനലിൽ എവിടെയാണ് ഈ സെറ്റിങ്സ് ഉള്ളതെന്നും അതെന്താണ് മാറ്റേണ്ടതെന്നുള്ളതും. അതിൻ്റെ വിശദീകരണം വേണമെങ്കിൽ കുറച്ച് പറഞ്ഞുതരാം. പക്ഷേ അതെല്ലാം കൂടി പറയുമ്പോൾ ചിലപ്പോൾ കുറേ സമയം എടുക്കും, എങ്കിലും നമുക്ക് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ചാനൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഇപ്പോൾ ഒരു ചാനൽ ഞാനിപ്പോൾ എനിക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അവരുടെ ചാനലിൽ വീഡിയോസ് ആദ്യം നോക്കട്ടെ എന്താണെന്നുള്ളത്, എന്നാലും നമുക്ക് ബാക്കിയുള്ളത് നോക്കാൻ പറ്റുള്ളൂ. അപ്പം വീഡിയോസ് പൊതുവെ കുക്കിംഗ് ആണെന്ന് തോന്നുന്നു. കുക്കിംഗ് ആണ്, ബ്രേക്ക്ഫാസ്റ്റ്, കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് കൂടുതൽ കാണുന്നത്. ഇനി നേരെ നമുക്ക് ഈ പറഞ്ഞ സെറ്റിങ്സിലേക്ക് പോകാം. ഇവിടെ സെറ്റിങ്സ് എടുക്കുക. നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ ആണെങ്കിൽ ഇങ്ങനെ കിട്ടും. ഇനി ഫോണിലാണെങ്കിൽ ക്രോമിലേക്ക് വരിക കേട്ടോ. ക്രോമിലേക്ക് വന്നിട്ട് എടുക്കുക, എന്നിട്ട് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കുറേ സെറ്റിങ്സ് ഉണ്ട്, അതിൽ അപ്ലോഡ് ഡിഫോൾട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു ഏരിയ ഉപയോഗിക്കുന്നത് നമുക്ക് ടൈറ്റിൽ വേണമെങ്കിൽ ഡിഫോൾട്ടായിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവരുടെ ചാനലിൻ്റെ പേര് ഫിയ വ്ളോഗ് എന്നാണ്. അപ്പം ഏത് അപ്ലോഡിങ് ടൈറ്റിൽ ഇട്ടാലും
ഫിയ വ്ളോഗ് എന്ന് ലാസ്റ്റ് വരുന്നത് നല്ലതാണ്. അപ്പോൾ ഫിയ വ്ളോഗ്സ് എന്ന് ലാസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആയിക്കോളും. അതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക, കുറച്ചുകൂടി ഇപ്പം റെക്കമെൻഡേഷനിലൊക്കെ കിട്ടും. ഫിയ വ്ളോഗ്. ഓക്കെ, പിന്നെ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇനി ഇത് അഡ്വാൻസ്ഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടു, ഇവിടെ കാറ്റഗറി, ഈ സാധനമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ കാറ്റഗറി പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോക്കിയ ആരും തന്നെ കൊടുത്തില്ല, കൊടുത്തവർ തെറ്റിച്ചാണ് കൊടുത്തത്. ചില ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ആരൊക്കെയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാറ്റഗറി നോക്കുന്ന സമയത്ത് ഒരുപാട് കാറ്റഗറീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനാകും ഇതിൽ ഏതാ കൊടുക്കേണ്ടത് എന്ന് കൺഫ്യൂഷനാകും. പൊതുവേ ഇതിലിപ്പോൾ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ ആൾക്കാർ, കേരളത്തിലെ ആൾക്കാർ ചെയ്യുന്നത് ഒന്നുകിൽ എഡ്യൂക്കേഷൻ വീഡിയോ ആയിരിക്കാം, എൻ്റർടൈൻമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗെയിമിങ്, ഹൗ ടു സ്റ്റൈലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ കുക്കിംഗ് ഒക്കെ വരിക പീപ്പിൾ ആൻഡ് വ്ളോഗിനാണ്. അതുപോലെ ഡേ ഇൻ മൈ ലൈഫ്, ഹോം ടൂറ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന കാറ്റഗറിയാണ് പീപ്പിൾ ആൻഡ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കൊരു കാറ്റഗറിയും കിട്ടുന്നില്ലെങ്കിലും കൊടുത്താൽ മതി. അത് ജനങ്ങളും വ്ളോഗിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. അപ്പോൾ അതിലേക്ക് കൊടുത്താൽ നല്ലത്. ഇനി ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഹൗ ടൂവിൽ കൊടുക്കാം. അതുപോലെ ഈ എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെയുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എഡ്യൂക്കേഷനിലാണ് കൊടുത്തത്. ഞാൻ ആദ്യം പീപ്പിൾ ആൻഡ് വ്ളോഗ് ആയിരുന്നു, പിന്നീട് മാറ്റിയതാണ്. പിന്നെ ഗെയിമിംഗ് ഒക്കെ പിന്നെ ഡയറക്റ്റ് അറിയുമല്ലോ, ഗെയിമിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഗെയിമിങ്ങിലേക്കുണ്ട്. പാട്ട് പാടുന്ന ആളുകൾക്ക് മ്യൂസിക്കിൽ കൊടുക്കാം. അങ്ങനെ ഈ കാറ്റഗറി കറക്റ്റായി കൊടുത്താലാണ് ഈ റെക്കമെൻഡേഷൻ കറക്റ്റായിട്ട് പോവുക. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കേണ്ട കാറ്റഗറി പീപ്പിൾ ആൻഡ് വ്ളോഗാണ്. ഇവിടെ കൊടുത്തു. ഈ സാധനം കൊടുക്കൂല ആരും. അപ്പോൾ റെക്കമെൻഡേഷനിൽ മാറി പോകും. സേവ് അടിച്ചു. ഓക്കെ, ഇത് ഇപ്പോൾ ഒരു ചാനലിൻ്റെ കേസ്. നമ്മളിപ്പം ഇതിൽ മറ്റു മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ഒരു ചാനൽ അങ്ങനെ തന്നെ വിട്ടു. അടുത്ത ചാനൽ ഞാൻ എടുത്തു വെച്ചാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് എളുപ്പത്തിന് നമുക്ക് ക്ലാസ് പറയാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചാണ്. അപ്പോൾ ഇതിൽ വരാം, മൂപ്പരുടെ സ്പീച്ചസ് ആണ്, ഇസ്ലാമിക് സ്പീച്ചസ് ആണ്. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് സെറ്റിങ്സ് നോക്കാം. ഞാൻ സെറ്റിങ്സ് നോക്കിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ ഞാനും കാണുന്നതാണ്. എന്താണ് ഇവിടെ ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല. ഇത് ആക്സിഡൻറ്റിൽ എൻ്റെ മുന്നിൽ വന്ന് പെട്ടതാണ്. അപ്പോൾ കീവേഡ്സിൽ ഇത് ആരാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് എനിക്കറിയില്ല. കീവേഡ്സിൽ പലരും കൊടുക്കുന്ന സ്വന്തം ചാനലിൻ്റെ പേര് ലിങ്ക് എടുത്തിട്ട് കീവേഡ്സ് കൊടുക്കും. എന്ത് ആവശ്യത്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ആ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതുണ്ടല്ലോ, ഈ കീവേഡ്സ് പറയുന്ന സാധനങ്ങളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ പഠിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ IT-യിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റൊക്കെ കീബോർഡ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഇതെങ്ങനെയാണ് ഒരു സെർച്ച് എഞ്ചിൻ ഇതിനെ ക്രോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിനെ പിടിക്കുന്നത് എന്നൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അതിന് ബേസായിട്ട് മാത്രം കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുത്തതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല ദോഷമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല, മൂപ്പര് കൊടുത്തു വെച്ചാണ്. വേണമെങ്കിൽ കളയാൻ പ്രശ്നമൊന്നുമില്ല. എന്നാലും കളഞ്ഞേക്കാം, കാരണം മൂപ്പർക്ക് അതുകൊണ്ടൊരു വിഷയം വരണ്ട. ഇനിയിപ്പോൾ ഇതിൽ ഈ കീവേഡ്സ് കൊടുക്കേണ്ടത് ഇങ്ങനെ മാത്രമല്ല, നമുക്ക് യൂട്യൂബിൽ കയറിയിട്ട് ഇപ്പം തമിഴ് ഖുർആൻ എന്നുള്ള ഇത് അടിക്കുക. യൂട്യൂബിൽ കയറി അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രോപ്പ് ഡൗൺ കറക്റ്റ് വരും. തമിഴ് സുന്നത്ത് അല്ലെങ്കിൽ എന്താണ് അസീസ് ബാക്കവി, ഇങ്ങനെ കുറേ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ യൂട്യൂബിൽ കയറിയിട്ട് ടൈറ്റിൽ നമ്മൾ ആ സെർച്ച് ഞാൻ കാണിച്ചുതരാം, അതാണ് നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. യൂട്യൂബിൽ കയറാം, എന്നിട്ട് ഇവിടെ തമിഴ് സ്പീച്ചസ് എന്ന് കൊടുക്കുന്നു. തമിഴ് ഇസ്ലാമിക് സ്പീച്ചാണ്. ഇസ്ലാമിക്. ഇപ്പോൾ ഇവിടെ കണ്ടോ ഇങ്ങനെ വരുന്നുണ്ടോ, ഇതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് എടുത്തിട്ട് അവിടെ കൊടുത്താൽ മതി. എത്ര സിമ്പിൾ പരിപാടി. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സെർച്ച് വരും. അന്നേരം എന്ത് ചെയ്യും, നമുക്ക് കൂടുതൽ പിന്നെ വ്യൂസും വരും. ഓക്കെ, ഇനി നമ്മളെ നേരെ ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്ലോഡ് ഡിഫോൾട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ചാനലിൻ്റെ പേര് കൊടുക്കുക. തമിഴിൽ എഴുതിയിട്ടുള്ളത് എനിക്ക് തമിഴ് അറിയില്ല, അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നമുക്ക് നേരെ അഡ്വാൻസിലേക്ക് വരാം. കണ്ട കൊടുക്കൂല, മുമ്പ് തെറ്റല്ല കേട്ടോ. പൊതുവെ ആൾക്കാരും കൊടുക്കാറില്ല, അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റർടൈൻമെൻ്റ് ഒന്നുമല്ല, ഇതിപ്പോൾ എഡ്യൂക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ആക്കാം. കാരണം മൂപ്പര് സ്പീച്ചസ് ഇസ്ലാമിക് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ഉള്ളത് കൊണ്ട് നമുക്ക് എഡ്യൂക്കേഷൻ ആക്കാം. എന്നാലും നമുക്ക് പീപ്പിൾ ആൻഡ് വ്ളോഗ് തന്നെ മതി, അതാ കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. സേവ് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ 2 ചാനൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത്
മനസ്സിലായല്ലോ. ഇനി ഒരാൾ കൂടി ചാനൽ തന്നിട്ടുണ്ട്. ഞാൻ മൂപ്പരുടെ ചാനൽ ഓപ്പൺ ആക്കിയിട്ടേ ഇല്ല. നമുക്ക് നോക്കാം, അതും കൂടി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനും നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയല്ല എന്നൊക്കെ മനസ്സിലാവും. ഒരു മിനിറ്റ്, അതും കൂടി ഞാൻ കാണിച്ചിട്ടാം. ഇതടുത്ത ചാനലാണ്. ഇവിടെ നോക്കാം. മൂപ്പരോട് പെർമിഷൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നോക്കാമല്ലോ നമുക്ക്. അപ്പോൾ ഇവിടെ അപ്ലോഡ് ഡിഫോൾട്ട് എടുത്തു, ഇവിടെ സെറ്റിങ്സ് എടുത്ത്, കാറ്റഗറി സെയിം ആസ് യൂഷ്വൽ. ഞാനും ഒരുപോലെയാണ് കണ്ടത്. ഞാനില്ല പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കാറ്റഗറി ഇപ്പം മൂപ്പര് ഏത് വീഡിയോസാണ് ചെയ്യുന്നത് നോക്കട്ടെ. മൂപ്പര് എനിക്ക് തോന്നുന്നു ജനറലായിട്ടുള്ള മൈസൂർ ടൂറ് എല്ലാം ജനറലായിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് പെടുത്താം. അപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ മറ്റേതിലൊക്കെ കൊടുത്ത പോലെ തന്നെ പ്യൂപ്പിൾ ആൻഡ് വ്ളോഗ് തന്നെ കൊടുക്കാം. ഞാൻ ചാനൽ ചെക്ക് ചെയ്ത് ഞാൻ എന്താ പറയുക, ടയേർഡായി പോയ ഒരു വിഷയമാണ്. കാരണം എല്ലാവരുടെ ചാനലിലും സെയിം പ്രോസസ്സ്, എടുക്കുക മാറ്റുക ഇത് തന്നെ പരിപാടി. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്തില്ലെങ്കിൽ കറക്റ്റായിട്ട് നോക്കിയിട്ട് കൊടുക്കുക. പിന്നെ ചാനലിൽ വ്യൂസ് വരുന്നില്ല എന്നൊന്നും പരാതി പറയരുത്. ഇത് ഒരു എലമെൻറ്റ് മാത്രമാണ് വ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇതുകൊണ്ട് മാത്രം വ്യൂസ് വരാതെന്നിരിക്കില്ല. ഓക്കെ, അതും കൂടി മനസ്സിലാക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ മറ്റ് കാറ്റഗറികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയാണ് കൊടുത്തിട്ടുള്ളത് എന്നും നിങ്ങളുടെ വീഡിയോ എന്താണ് എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. കൊടുക്കാത്തവർ കൊടുത്തിട്ടില്ല, ആദ്യമായിട്ട് കൊടുക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കുമല്ലോ എത്ര പേര് ഇത് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് പരിപാടികൾ. അപ്പോൾ നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുക. ചെറിയ വിഷയമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ വലിയ സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ പലർക്കും ഇത് അറിയില്ല എന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ സംഭവം എല്ലാവരും കണ്ടല്ലോ. ഇത് നിങ്ങളുടെ ചാനലിൽ കയറി ചെക്ക് ചെയ്യുക. കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുക. കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചാനൽ ചെക്കിംഗ് ഒക്കെ ചെയ്യാൻ ഇനിയും ആർക്കും താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ചാനൽ ചെക്കിങ് പോലെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് നമ്മൾ മെൻറ്ററിങ് എന്ന് പറയുന്നത്. മെൻറ്ററിങ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ചാനൽ നോക്കിയിട്ട് അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ഒരു ആശയമുണ്ടെങ്കിൽ ഇതെങ്ങനെ കൃത്യമായിട്ട് കൊണ്ടുപോകണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും ഒരു എക്സ്പേർട്ട് ഗൈഡൻസിലൂടെയാണ് നമുക്ക് ഏത് കാര്യം ബിസിനസ്സിലായാലും ഏതിലായാലും ഒരു മെൻറ്റർ എന്ന് പറയുന്ന ആൾ, നമ്മുടെ മുന്നിലേ സഞ്ചരിച്ച ഒരാൾ പറഞ്ഞു തന്നാൽ നമ്മൾ ചിലപ്പം 10 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ എത്തുന്ന ദൂരത്തേക്ക് നമുക്ക് 2-3 മാസം കൊണ്ട് എത്താൻ പറ്റും. അപ്പം ഞാൻ മെൻറ്ററിങ്ങിലൂടെ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസുകൾ, നിങ്ങളുടെ വീഡിയോയിൽ എന്തെല്ലാം മാറ്റം വരുത്തണം, എന്തൊക്കെ ചെയ്താൽ നിങ്ങൾ ഇമ്പ്രൂവ് ആകും എന്നുള്ള ഗൈഡൻസാണ് ഈ മെൻറ്ററിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അത് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം.